മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSEB ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, ഈ ഒരു ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങിയാണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റത്. ഇയാളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? DP ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ അച്ഛനും മകനും കൂടി വരുന്ന സമയത്താണ് റോഡിൽ KSEBയുടെ ഒരു ഇലക്ട്രിക് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചിരുന്നത് അച്ഛനായിട്ടുള്ള കാഞ്ഞിരംകുളം സ്വദേശിയായ രാജേന്ദ്രനാണ്. 50 വയസ്സാണ്. ഇദ്ദേഹത്തിന്റെ ദേഹത്തോടെയാണ് ഈ ഇരുമ്പ് ലൈൻ പതിക്കുന്നത്. തുടർന്ന് തന്നെ നിലത്ത് വീഴുകയും പരിക്കേൽക്കുമായിരുന്നു. പരിക്കേറ്റ രാജേന്ദ്രനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മകന് നിസ്സാരമായ പരിക്കാണ് ഏറ്റത്. ഇത്തരത്തിൽ വലിയൊരു ദുരന്തമാണ് കാരണം ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ലൈനാണ് വാഹനം ഓടിച്ചുകൊണ്ടുവന്ന ഈ ബൈക്കിന് മുന്നിൽ വീഴുന്നതും നിലത്ത് വീഴുന്നതും. പുറത്ത് നിരന്തരം വാഹനങ്ങൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ സമീപത്താണ്. നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂളിന് മുന്നിലായിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇപ്പം നില അതീവ ഗുരുതരമല്ല എന്നുള്ള രീതിയിലുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പൊ നമുക്ക് ജനറൽ ആശുപത്രി ഡോക്ടർമാരുടെ ഭാഗത്ത് അറിയാൻ സാധിക്കുന്നത്. ദീപ്തി, ശരി. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് KSEB ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റത്. ഈ ഒരു അച്ഛനും മകനും തമ്മിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ആരോഗ്യനില ഗുരുതരമല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.